ഐക്യമില്ലാത്ത ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഐക്യമില്ലായ്മ തുടരുകയാണ് സുഹൃത്തുക്കളെ. സംസ്ഥാനതലം ജില്ലാതലം ഒന്നുമില്ല. UDF ആണോ അവിടെ ഒരു തമ്മിത്തല്ല് നിർബന്ധ. കോൺഗ്രസിന്റെ ചങ്ക് എന്ന് പറഞ്ഞ ആരാ? അതിപ്പോ എന്നിട്ട് ആലോചിക്കാനുള്ളതല്ലേ. അത് മുസ്ലിം ലീഗ് ആണെന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ? പക്ഷെ കാലം വല്ലാണ്ട് അങ്ങോട്ട് മാറിയിരിക്കുന്നു. ലീഗ് ഇപ്പോ പണ്ടത്തെ ലീഗ് അല്ലാട്ടാ. തെരഞ്ഞെടുപ്പിൽ തൊടുപുഴ നഗരസഭ LDF നിലനിർത്തി. കസേര സംരക്ഷിക്കാൻ LDFന് വേണ്ടി വോട്ട് മാറ്റി കുത്തിയതാരാ? സാക്ഷാൽ മുസ്ലിം ലീഗ്. തൊടുപുഴയിലെ നഗരസഭാ ചെയർമാൻ സ്ഥാനത്തിന് ചൊല്ലിയിട്ട് കോൺഗ്രസും മുസ്ലിം ലീഗും കുറച്ചു കാലമായിട്ട് ശകട ഉണ്ടായിരുന്നു. ലീഗിനെ കോൺഗ്രസ് പരിഗണിക്കണില്ല എന്നാണ് അവരുടെ പരാതി. ആ പരാതി കോൺഗ്രസ് മൈൻഡാക്കില്ല എന്നും പരാതിണ്ട്. ഓഹോ, അത്രയ്ക്കായോ? ഇന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് മാറ്റി കുത്തിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞു. ഒന്നും രണ്ടും അല്ല, ലീഗിന്റെ 5 കൗൺസിലർമാരാണ് LDFന് വോട്ട് മാറ്റി കുത്തിയത്. LDFന്റെ സബീന ബിഞ്ചുവിന് 14 വോട്ടാണ് കിട്ടിയത്. കോൺഗ്രസിലെ K ദീപകിന് 10 വോട്ട്. മേഡം മഹാഭാവികളെ, നിങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ തൊടുപുഴ നഗരസഭയുടെ ചെയർമാൻ കസേര ഇപ്പൊ കോൺഗ്രസിന്റെ കയ്യിലിരുന്നേനെന്നാണ് കോൺഗ്രസ് ലീഗുകാരോട് ചോദിക്കുന്നത്. ഞങ്ങളൊരു അപകടം അവിടെ കണ്ടു. ഞങ്ങൾ ആ അപകടം മനസ്സിലാക്കിയാണ് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ 5 പേരും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയത്. BJPയുടെ വോട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ BJPയുടെ വോട്ട് മേടിച്ച് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. ഈ തീരുമാനം ഞങ്ങളുടെ പാർട്ടി ഏൽപ്പിച്ച തീരുമാനമാണ്. പാർട്ടി ഏൽപ്പിച്ച തീരുമാനം? ശരി, അപ്പൊ അങ്ങനെയാണല്ലോ കാര്യങ്ങളുടെ കിടപ്പ്. ലീഗ് എപ്പോഴും കോൺഗ്രസിന്റെ കൂടെ ഉണ്ടാവും നാഴികക്ക് 40 വട്ടം പറഞ്ഞത് ഇങ്ങനെ ചതിക്കാനായിരുന്നോ? പാവം കോൺഗ്രസ്സാര് എല്ലാ കാലവും മുസ്ലിം ലീഗ് കോൺഗ്രസ് പറയണത് കേട്ട് അനുസരിച്ചുകൊണ്ട് നിൽക്കുന്നു കരുതിയിട്ട് പാരായി എന്തായി? ആ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെ കോൺഗ്രസ് വഞ്ചിച്ചിരിക്കുകയാണ്. ഈ കോൺഗ്രസ് പ്രസ്ഥാനം മുസ്ലിം ലീഗിനെ വഞ്ചിച്ചത് കൊണ്ടാണ് ഇതുപോലുള്ള ഒരു തീരുമാനം, അപകടം മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. ഈ തീരുമാനം തൊടുപുഴയിലെ ജനത സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വോട്ട് ചെയ്ത് ഇപ്പം CPMന്റെ സബീന ബിഞ്ചുവാണ് ഇപ്പൊ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ചതിയൻ ചന്തുവിന്റെ പണിയാണ് മുസ്ലിം ലീഗ് ചെയ്തതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഈ ചതി ജനാധിപത്യ കേരളം പോർക്കില്ല. ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണുന്നതാണ് കോൺഗ്രസ്സുകാര് നെഞ്ചുനീര് പറഞ്ഞത്. നമുക്ക് വേണം മാറ്റത്തിൽ ചെയർമാൻ എന്ന് പറയുന്നത് APC പ്രസിഡന്റ് ബന്ധപ്പെട്ടു, പ്രതിപക്ഷ നേതാവിനെ ബന്ധപ്പെട്ടു, അവർക്ക് ലീഗിൻ്റെ ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ടു. 2-3 മാസക്കാലം ജർമ്മനിയിലായിരുന്ന ഷുക്കൂർ ഇതെല്ലാത്തിനും വിളിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു സൗഹാർദ്ദ മത്സരമായി കളയാം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിപ്പോൾ സൗഹാർദ്ദ മത്സരം എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റുകാരൻ വോട്ട് ചെയ്യാനാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഓ പാവം, എല്ലാവർക്കും അവരുടേതായ കഥനകഥകൾ. തെരഞ്ഞെടുപ്പില് നമുക്കൊരു സൗഹൃദ മത്സരം അങ്ങോട്ട് കാച്ചിയാലോന്ന് മുസ്ലിം ലീഗ് ചോദിച്ചപ്പോ അത് LDFന് കൊണ്ടുപോയി വോട്ട് കൊടുക്കാനാണ് ഉദ്ദേശിച്ചതെന്ന് പാവങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. സൗഹാർദ്ദ മത്സരമാണെങ്കിൽ അവർ നമ്മളുമായിട്ട് വേണം, അല്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ പെട്ടിക്കത്തോണ്ട് വോട്ട് കുത്തുക എന്നുള്ളതാണ് സൗഹാർദ്ദ മത്സരം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അതൊരു പുതിയ അറിവാണ്. വോട്ട് മാറ്റി കുത്തിയതും പോരഞ്ഞിട്ട് CPM ഭരിക്കട്ടെ എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് 2 മുദ്രാവാക്യം വിളിച്ചു. മക്കളെ, അത് കേട്ട് നിൽക്കണ ശരാശരി കോൺഗ്രസ്സുകാരുടെ ഒരു മാനസികാവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. സോ സാഡ്. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങളൊക്കെ അതൊരു കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്. അത് പറഞ്ഞ് പരിഹരിച്ച് ഒറ്റക്കെട്ടായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു ചെയർമാൻ ഉണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങളൊക്കെ ഇവിടെ നിലവിളിച്ചിരിക്കുന്നത്. നമ്മുടെ കോൺഗ്രസ് പാർട്ടി എപ്പോഴും ഇങ്ങനെ പറയുള്ളൂ എന്ന് അറിഞ്ഞൂടെ? എത്ര വലിയ അടി നടന്നിട്ടുണ്ടെങ്കിലും സഹോദരന്മാരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നമൊക്കെ കാണുന്നേ. അത് ഇത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല. സ്വന്തം ഘടകകക്ഷി വോട്ട് മാറ്റി കുത്തിയത് കൊണ്ട് അധികാരം കിട്ടാണ്ടിരുന്ന മാനസികാവസ്ഥയിലും ഇങ്ങനൊക്കെ പറയാൻ പറ്റണം. ആ ഒരു വലിയ മനസ്സ് അത് നമ്മളാരും കാണാണ്ട് പോകരുത് കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, സഹോദരന്മാർ തമ്മിലുള്ള ഒരു വഴക്കല്ല, അത് കുടുംബത്തിലെ പ്രശ്നങ്ങളാണ്. അത് പറഞ്ഞ് പരിഹരിച്ച് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകുന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ഒരു ചെയർമാൻ ഉണ്ടാകുമെന്നുള്ള ഉറപ്പായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ കിട്ടും നോക്കിരുന്നോ എന്ന് പറഞ്ഞ് LDFന് വേണ്ടി ജയ് വിളിച്ച് നടക്കുന്നുണ്ട് ലീഗാര്. സാരില്ല, നോ വൺ ഈസ് പെർമനന്റ് ഇൻ അവർ ലൈഫ് എന്നല്ലേ പറയാറ്. കോൺഗ്രസിന്റെ അടുത്തുനിന്ന് മുസ്ലിം ലീഗ് അങ്ങനെ അങ്ങോട്ട് പോയി എന്ന് കരുതിയാൽ മതി. കോൺഗ്രസ് ലീഗിനെ വഞ്ചിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു എന്ന് കൗൺസിലിൽ ബോധ്യപ്പെട്ടപ്പോൾ ആത്യന്തികമായി വിജയിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിൽ LDFന് വോട്ട് ചെയ്യാൻ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തു. കോൺഗ്രസ് ലീഗിനെ ചതിച്ചു, അപ്പൊ ലീഗ് തിരിച്ചു ചതിച്ചു എന്ന് എല്ലാം വെട്ടിത്തുറന്ന് പറയുന്നത് നമ്മുടെ ലീഗാരുടെ ഒരു ശീലം. ലീഗിന്റെ അഭിമാനം വിട്ടുകളഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ധിയും
മുസ്ലിം ലീഗ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രശ്നമില്ല. അതാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. അത് കോൺഗ്രസിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ നിലപാട് ഇപ്പോൾ സഭയിൽ ഞങ്ങൾ സ്വീകരിച്ചത്. മറ്റു കാര്യങ്ങൾ അടിയന്തരമായി ചേരുന്ന മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃയോഗം കൂടിയാലോചിച്ച് മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും. മുസ്ലിം ലീഗ് ഇങ്ങനെ തുടങ്ങിയ കോൺഗ്രസ് ആരിപ്പോ എന്താ ചെയ്യാ? ഒരു നഗരസഭയിലെ പോയുള്ളോ? ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ നിയമസഭയും ലോക്സഭയും രാജ്യസഭയും എല്ലാം താറുമാറാവോലോ. 6 മാസത്തെ ചെയർമാൻഷിപ്പ് MA കരീം എന്ന് പറഞ്ഞൊരു പാവപ്പെട്ട മുസ്ലിമാണ് അവിടെ മത്സരിച്ച്, പാവപ്പെട്ടവനാണ്. അവനെ ചെയർമാനാക്കാൻ മുസ്ലിം ലീഗിലെ പ്രമാണി വർഗത്തിന് താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. ഇത് ആദ്യമോ അവസാനമോ എന്നുള്ളതല്ല പ്രശ്നം. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് കേരളത്തിലുള്ളത്. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ് കേരളത്തിലുള്ളത്. അവസാനം പറഞ്ഞതിലൊരു ഭീഷണിയുടെ സ്വരം ഇല്ലേ? വേണ്ടട്ടാ, ഓരോന്ന് പറഞ്ഞ് അവരെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം പിന്തുണ പിൻവലിക്കട്ടവര്. അതോടെ കഴിഞ്ഞു കഥ. ഞങ്ങളുടെ സൗഹൃദ രാഷ്ട്രീയമാണ്. മുസ്ലിം ലീഗും ഞങ്ങളും തമ്മിലുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് വളരെ ആഴത്തിൽ വേരൂന്നിയ ഒരു ബന്ധമാണ്. ഈ മുന്നണി സംവിധാനത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇതിന് ശക്തി പകർന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എത്ര കാലം ഇതെന്നെ പറഞ്ഞു നിൽക്കൂ എന്റെ സുധാകരൻജി? എല്ലാ കാലത്തും അവഗണിക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലേ അവരൊന്ന് പറയുന്നത് കേൾക്കൂ. സംസ്ഥാന നേതൃത്വത്തെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന നിലപാടാണ് സ്റ്റേറ്റ് ലീഡർഷിപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. എല്ലാ കാലത്തും എല്ലായിടത്തും കോൺഗ്രസിന്റെ കൂടെ ലീഗ് ഉണ്ടാവും എന്നുള്ള അവരുടെ സ്വപ്നം പയ്യെ പയ്യെ മാഞ്ഞു പോവാണ്. അവള് പോയടാ. പെണ്ണിലാ ചന്ദനക്കിണ്ണം മുങ്ങി 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 മുങ്ങിപ്പോയി. ജില്ലയിൽ നിന്ന് UDF ലീഗ് വിടുന്നു. ലീഗ് വിടുമ്പോൾ പല പഞ്ചായത്തിലും UDFന്റെ ഭരണം നഷ്ടപ്പെടും. ഒരുപാട് പഞ്ചായത്തുകളിൽ കോൺഗ്രസിന്റെ ആളുകൾ ഭരിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്തുണ പിൻവലിക്കുമ്പോൾ അതോടെ എല്ലാം ഭരണം താഴെ പോകും. ഇങ്ങനൊന്നും പറഞ്ഞൂടാ. ലീഗിനെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന സുധാകരൻജിയും സതീശേട്ടനൊക്കെ ആലോചിച്ചെങ്കിലും ഇങ്ങനെ പറയാതിരുന്നൂടെ? പാർട്ടിക്കകത്തുള്ള അത്തരം പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിക്കുന്നവരാണ്. സമയാസമയം വേണ്ട വിധത്തിൽ നമ്മൾ ചർച്ച നടത്തി അത്തരം പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ പരിഹരിക്കും. അത് മുസ്ലിം ലീഗിന്റെ ആവശ്യത്തെക്കാൾ ഏറെ അത് കോൺഗ്രസിന്റെ ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യ ബോധത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങളുടെ അനൈക്യം കൊണ്ട് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് ഒരു ഹാനിയും വരില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് ഉത്തരവാദിത്വം തയ്യാറാണ്. അതെ, ഇനി നമ്മൾ കാണാൻ പോണത് ലീഗും കോൺഗ്രസും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിന്റെ ആഴാണ്. തൊടുപുഴ നഗരസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതും അത്രയും സ്നേഹമുള്ള ലീഗ് കോൺഗ്രസ് ജ്യേഷ്ഠാനിയന്മാര് നഗരത്തിൽ ഉന്തും തള്ളും നടത്തി. ഞങ്ങൾക്ക് വേണം ചെയർമാൻ സ്ഥാനം, ഞങ്ങൾക്ക് വേണം ചെയർമാൻ സ്ഥാനം എന്ന് പറഞ്ഞ് പിടിവലി കൂടിയിട്ട് എന്തായി? അവസാനം ചെയർമാൻ സ്ഥാനം LDF കൊണ്ടുപോയി. മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് അവർ LDFന് വോട്ട് ചെയ്തത്. നഗരസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ ലീഗിനെ നൈസായി ഒഴിവാക്കണം മൊയിലാളിമാര്. ഇനിയെങ്കിലും ഒന്ന് ഇരുത്തി ചിന്തിച്ചിട്ടില്ലേ വെച്ചാല് അധികാരത്തിന് വേണ്ടി പിടിവലി കൂടാൻ പോലും നിങ്ങൾ ചിത്രത്തിൽ ഉണ്ടാവില്ല കേട്ടോ. ശരി, ബാക്കി വിശേഷങ്ങളുമായി നാളെ കാണാം. നമസ്കാരം.